നമസ്കാരം. ഇറാനിലെ സൈനിക നടപടി ശരിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. 8 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഇറാനെ ആക്രമിച്ച കാര്യം പറഞ്ഞത്. ലോകത്തെ ആണവാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇറാനെ ആക്രമിച്ചത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പലവട്ടം ഇറാനോട് അണുവായുധ പരീക്ഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടും അവർ അതനുസരിച്ചില്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, ഇപ്പോൾ ഇറാൻ ജനതയ്ക്ക് ഇത് ഒരു മികച്ച അവസരമാണ് തങ്ങൾ നൽകുന്നത് എന്നും അദ്ദേഹം ഇറാൻ ജനതയെയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പണി പൂർത്തിയാക്കുമ്പോൾ, അതായത് ഇവിടുത്തെ ഭരണമാറ്റമാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഇറാനിലെ നിലവിലുള്ള മതഭരണകൂടത്തെ അമേരിക്ക പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആ പണി പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം സ്വന്തമായി കിട്ടുമെന്നും നിങ്ങളുടെ രാജ്യത്തിൻ്റെ പഴയകാല മഹത്വത്തിലേക്ക്, അതായത് ഇറാൻ്റെ ഒരു സുവർണ്ണകാലത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ അത് ഏറെ സഹായകരമാകും എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ ഇറാൻ ജനതയോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇറാനിലെ സൈനികരോടും ഇറാൻ റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡിനോടും എല്ലാം തന്നെ ട്രംപ് ഒരു കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിക്കൊള്ളുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് തരാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റുമുട്ടലിൻ്റെ പാതയാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മരണം സുനിശ്ചിതമാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ ഇറാനിലെ സൈനികർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും എവിടെയാണ് അവർ ആക്രമിച്ചതെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. കാരണം അമേരിക്കയുടെ 2 പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ, അതായത് ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലായ USS ജെറാൾഡ് ഫോർഡും പടുകൂറ്റൻ മറ്റൊരു യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കണും ഇപ്പോൾ ഇസ്രായേൽ തീരത്താണുള്ളത്. അതുപോലെ ഇസ്രായേലിലെ ബെൻഗുരിയോൺ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ US യുദ്ധവിമാനങ്ങളും അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിന് സ്വന്തമായിട്ടുണ്ട്, അമേരിക്കയ്ക്കുണ്ട്. ഈ അമേരിക്കയുടെ കപ്പലുകളെല്ലാം തന്നെ ഈ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിച്ചു എന്നവർ പറയുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടുമില്ല. ഇറാനിലെ പല സൈനിക മേധാവികളും കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. മാത്രമല്ല, ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ ഇപ്പോൾ അദ്ദേഹം സുഖമായിരിക്കുന്നു എന്നാണ് ഇറാൻ പറയുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം പെഷസ്കിയാൻ്റെ ഓഫീസിന് സമീപത്തേക്കും വലിയൊരു ആക്രമണം നടന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇറാൻ ജനതയോട് ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി അടുത്തു കഴിഞ്ഞു. വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുക. പുറത്തിറങ്ങുന്നത് അപകടമാണ്. എല്ലായിടത്തും ബോംബുകൾ വർഷിക്കപ്പെടും. ഞങ്ങളിത് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സർക്കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വരും തലമുറകൾക്ക് ലഭിക്കാനുള്ള ഏക അവസരമാണിത്. വർഷങ്ങളായി ഇറാൻ ജനത ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹായം ഇപ്പോൾ അമേരിക്ക എത്തിച്ചിരിക്കുകയാണ് എന്നും ട്രംപ് അവകാശപ്പെട്ടു. ഭീമമായ കരുത്തോടെയും വിനാശകരമായ ശക്തിയോടും കൂടി തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇറാനെ നേരിടുന്നത്. ഈയിടെ ഇറാനിൽ ജനകീയ മുന്നേറ്റം ഉണ്ടായ സമയത്ത് ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ പ്രക്ഷോഭത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, നിരപരാധികളെ കൊന്നൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമായതോടുകൂടി അമേരിക്ക അന്ന് പിൻവാങ്ങുകയായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ട്രംപ് പിൻവാങ്ങിയത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. പക്ഷേ പിന്നീട് ഇറാനിലെ ജനത തന്നെ ട്രംപിനെ സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായ തോതിൽ ഇപ്പോൾ അമേരിക്ക രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൂടാതെ ഇറാനിൽ മറ്റൊരു ആക്രമണം കൂടി ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത് സൈബർ ആക്രമണമാണ്. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയെ മൊസാദ് തന്നെയായിരിക്കും അതിന് നേതൃത്വം കൊടുത്തതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇറാനിൽ സൈബർ സംവിധാനമാകെ ഇപ്പോൾ താറുമാറായിരിക്കുകയാണ്. ഇൻ്റർനെറ്റ് സംവിധാനങ്ങളില്ല, പുറം ലോകത്തേക്ക് അവർക്ക് ബന്ധപ്പെടാനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല. ഇത് മുഴുവൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ജാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ ഇത്രയും കനത്ത തോതിലുള്ള ആക്രമണം അവിടെ നടത്തുന്നത്. ഏതായാലും അന്തിമ പോരാട്ടത്തിനായി ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് നിന്ന് പോരാടുമ്പോൾ ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഇറാൻ പുതിയൊരു ലോകത്തേക്ക്, അതായത് ഇറാൻ സ്വാതന്ത്ര്യം കിട്ടി ഈ മതഭരണകൂടത്തെ അവിടെ നിന്ന് അടിച്ചിറക്കിയതിന് ശേഷം അവിടെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഇറാൻ്റെ പഴയകാല ഗതകാല പ്രൗഢി തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും ഇനി അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ചേർന്ന് നടത്തുക എന്നാണ് കരുതപ്പെടുന്നത്.